ജ്യോത്സ്യം, അന്ധവിശ്വാസം, ശകുനം ഇതിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്കൂൾ മാഷ്. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് യാത്ര ചെയ്താൽ സ്കൂട്ടർ അപകടം സംഭവിക്കുമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞതുകൊണ്ട് സ്കൂട്ടറിൻ്റെ പിൻസീറ്റ് ഇളക്കി വെച്ച് യാത്ര ചെയ്യുന്ന നമ്മുടെ പാവം സ്കൂൾ മാഷ് സദാനന്ദ മാഷ്. ഓം ഗണപതിയേ നമഃ. പണിക്കരെ വന്നോട്ടെ. സദാനന്ദൻ അല്ലേ? വരിക, ഇരിക്കുക. പണിക്കരെ ഭാര്യയുടെ ജാതകം നോക്കണമായിരുന്നു. ഗുളിക കാലം ഉണ്ടോയെന്ന് അറിയണം. നമ്മൾ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്. ഗുളിക കാലം ഉണ്ടോയെന്ന് അറിയണം അല്ലേ? രാഹുവിൻ്റെ മേല് കേതു ഇല്ലാത്തതുകൊണ്ട്, ലച്ചാഗുവിൻ്റെ മേല് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഗുളിക കാലം ഒന്നും കാണുന്നില്ലല്ലോ മാഷേ. ഇല്ലേ, ഗുളികാലം ഒന്നും കാണുന്നില്ല പണിക്കരെ. ശരിക്കും നോക്കി ഈ കുഞ്ഞു പണിക്കര് പറഞ്ഞ അച്ചട്ടാ ചോദിച്ചാൽ മതി മാഷ്. അല്ല, പണിക്കരെ വിശ്വാസം. Several months later. നമസ്കാരം, ഇരിക്കൂ. എന്താ സുമ, തൈറോയിഡിൻ്റെ എല്ലാം റിപ്പോർട്ടൊക്കെ കൂടുതലാണല്ലോ. ടാബ്ലറ്റ് ഒന്നും കഴിക്കുന്നില്ലേ? എന്താ മാഷേ? ഡോക്ടർ ഇങ്ങേര് കാരനാണ്. ജോത്സ്യം പറഞ്ഞോട് മരുന്ന് കഴിച്ചില്ല. ഇങ്ങേര് എങ്ങനെ മുടിഞ്ഞ ജോത്സ്യം. എന്താ സാധാരണ മാഷേ ഇങ്ങനെയൊക്കെ? എന്താ സുമ ഇങ്ങനെ മരുന്നൊന്നും കൊടുക്കാത്ത? തൈറോയിഡിൻ്റെ പ്രശ്നം എന്നുള്ളത് 90% നമ്മൾ കണ്ടുവരുന്നത് ഓട്ടോ ഇമ്മ്യൂൺ രോഗം, നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തിയിലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അതിന് പലപ്പോഴും നമുക്ക് ഹോർമോൺ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിനുള്ള ഉപാധി എന്നുള്ളത് ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 95% ആൾക്കാരിലും നമുക്ക് ദീർഘകാലത്തേക്കുള്ള ടാബ്ലറ്റിൻ്റെ ചികിത്സ വേണ്ടി വരും. അതിന് പറഞ്ഞ ജ്യോത്സ്യം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാവും മാഷേത്? ഡോക്ടറെ, ഒരു ചെറിയ അബദ്ധം പറ്റിയതാണ്, മാറ്റിക്കരുത്. ഞാൻ സുമയ്ക്ക് ഇനി എല്ലാ ഗുളിയും എല്ലാം മേടിച്ചു കൊടുത്തോളാം, നന്നായി നോക്കിക്കോളാം, മാറ്റിക്കരുത്.